വി പി, കുറെ നേരമായാലോ ഇന്ന് ഇപ്പൊ തുടങ്ങിയിട്ട്. എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? എന്നെ ഒളിക്കാൻ നോക്കണ്ട. ഈ മോഹം കണ്ട എനിക്ക് മനസ്സിലാവും. എന്താ മുരളി പറഞ്ഞിട്ട് പോയത്? എന്നോട് പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഏയ്, ഒന്നുമില്ല. മാളുവിന്റെ കാര്യം ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും അല്ല. വി പി എന്നെ മറയ്ക്കാൻ ശ്രമിക്കുക. മാളുവിന്റെ കാര്യമാണെങ്കിൽ എന്നോട് പറയുന്നതിൽ എന്താ കുഴപ്പം? ഒന്ന് പറയുന്നേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ വി പി? പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാ, മുരളി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ ഇതാ തന്നെ കൂടി അതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അത് സാരമില്ല. കാര്യം എന്താണെന്ന് വി പി ഒന്ന് തെളിച്ച് പറഞ്ഞാ മതി. അപ്പവും ആളും കൂടി പണ്ടത്തെ പോലെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നാ മുരളിയുടെ സംശയം. എന്താ മുരളിക്ക് അങ്ങനെ തോന്നാൻ? മാളു അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായതായി മുരളിക്ക് നല്ല സംശയമുണ്ട്. സാഹചര്യങ്ങൾ മുരളിയുടെ സംശയം ശരിവെക്കുന്നതായിരുന്നു. മുരളി കാണുമ്പോൾ രണ്ടുപേരും നല്ലൊരു പർച്ചേസ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. തമ്മിലെന്തോ പറഞ്ഞ് തർക്കിക്കുന്നുണ്ടായിരുന്നു. മുരളി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെന്ന് ന്യായമായും ഞാനും സംശയിച്ചു പോന്നു. ഈശ്വര, എന്താ ഈ കുട്ടികൾ ഇങ്ങനെ? എന്തായാലും അതോടുകൂടി അപ്പു പറയുന്നൊന്നും വിശ്വാസത്തിലെടുക്കാൻ മുരളി തയ്യാറല്ല. ഇനി മാളുവിന്റെ കാര്യത്തിൽ അപ്പു അധികം ഇൻവോൾവ് ആവണ്ടെന്നാ മുരളി പറയുന്നത്. വേണ്ട വി പി, ഇനി അങ്ങനൊരു സംശയം അശ്വതിക്കും മുരളിക്കും ഉണ്ടെങ്കിൽ ഇനി നമ്മളായിട്ട് തന്നെ അപ്പുവിനെ പറഞ്ഞ് വിലക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എല്ലാരും പരസ്പരം ശത്രുക്കളാവും. ഒടുവിൽ അത് വലിയ കലാപമായി തീരുകയും ചെയ്യും. ഈശ്വര, ഇനി അതൊക്കെ ഇവിടെ ആവർത്തിക്കാനാണോ ഈ കുട്ടികൾ ഇങ്ങനെ തുടങ്ങുന്നത്? താനിങ്ങനെ ഇമോഷണൽ ആവാതെ ഞാൻ എന്തായാലും അപ്പുവിനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ബിപിയുടെ ഇതിനു മുമ്പ് ഞാൻ എപ്പോഴാ കള്ളം പറഞ്ഞിട്ടുള്ളത്? അതല്ല, ഇത് ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താ ബിപി? ഇന്നെന്താ ശരിക്കും സംഭവിച്ചത്? ഇന്നതിന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാളുവിനെയും കൂട്ടി നീ എവിടേക്ക് പോകാനാ പ്ലാൻ ചെയ്തിരുന്നു? മാളുവിനെ കൂട്ടി എവിടെ പോയി? എന്താ ബിപി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇതുകൊണ്ടാ ഞാൻ തുടക്കത്തിൽ സത്യം മാത്രമേ പറയാവൂന്ന് നിന്നോട് പറഞ്ഞത്. സോറി, ബിപി എന്താ ചോദിക്കുന്നേന്നോ എന്തിനാ ചോദിക്കുന്നേന്നോ എനിക്ക് മനസ്സിലായില്ല. മാളുവിനെയും കൂട്ടി നീ ഇവിടെ വിട്ടു പോകാൻ പ്ലാൻ ചെയ്തിരുന്നോ? സത്യം പറയണം. എന്താ അപ്പു, മറുപടിയില്ലേ? മറുപടി ഉണ്ട്. പക്ഷേ ചോദ്യം ഏതർത്ഥത്തിലാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മാളുവിനെ കൂട്ടി ഞാൻ ഇവിടെ വിട്ടു പോകാനോ? എന്താ ബിപി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുറന്നങ്ങ് ചോദിക്കാം. പണ്ടത്തെ പോലെ മാളുവുമായി നാട് വിടാൻ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നോന്ന്? ഇപ്പോഴും ചോദിച്ചതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? ഓ, ഇപ്പോഴാ എനിക്ക് പിക്ചർ കൂടുതൽ ക്ലിയർ ആയത്. അതായത് പണ്ടത്തെ പോലെ മാളുവിനെ കൂട്ടി ഒളിച്ചോടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നോന്ന്. അതല്ലേ ബിപി ഉദ്ദേശിച്ചേ? യെസ്, അത് തന്നെ എന്റെ ചോദ്യം. ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. തിരിച്ചു മാളുവിനോ? മാളുവിന്റെ മനസ്സിൽ എന്തായിരുന്നെന്ന് എനിക്കറിയില്ല ബിപി. ഞാനിന്ന് അവളെ കാണാൻ വീട്ടിൽ ചെന്നപ്പോ അവളാ എന്നെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത്. പകല് മുഴുവൻ പാർക്കിലും ബീച്ചിലും കോഫി ഷോപ്പിലും ഷോപ്പിംഗ് മോളിലും ഒക്കെ കറങ്ങി നടന്നു. അവള് തന്നെ എനിക്കും കൂടിയുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്തത്. പിന്നെ തമാശക്കെങ്കിലും ഇവിടുന്ന് കുറച്ചുനാള് എവിടേക്കെങ്കിലും മാറി നിന്നാലോ എന്ന് ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. അതിന് ഞാനൊക്കെ ശരിക്കും വഴക്കം കൊടുത്തു. ഞങ്ങളങ്ങനെ പിണങ്ങി നടക്കുമ്പോഴാ മുരളി അങ്കിളുടെ മുന്നിൽ വന്ന് പെട്ടത്. ഇതൊക്കെയാണ് എന്റെ അറിവിൽ ഇന്ന് നടന്ന കാര്യം. അതിന് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആരാ ഇത് വിപിയോട് പറഞ്ഞേ?
മുരളിയങ്കിളാണോ? മുരളിയുടെ മനസ്സിൽ അങ്ങനെ സംശയം ബലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഒളിച്ചോടാനുള്ള പ്ലാനിലായിരുന്നു എന്ന് മുരളി എന്നോട് പറഞ്ഞു. മുരളി അങ്ങനെ സംശയിച്ചു പോയതിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്രതീക്ഷിതമായൊരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ അങ്ങനെ കാണുമ്പോൾ സംശയം തോന്നുന്നത് സ്വാഭാവിക. പ്രത്യേകിച്ചും ഇങ്ങനൊരു മുൻ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അല്ലേ വി പി? അപ്പോ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്ക്. മാളുവിന് അവളുടെ പാട്ടിന് വിട്ടേക്ക്. അവളുടെ തീരുമാനം എന്താന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. വെറുതെ അതിൽ ഇന്റർഫെയർ ചെയ്യാൻ പോയി നീ എന്തിനാ മുരളിയുടെയും അശ്വതിയുടെയും കണ്ണിലെ കരടാവാൻ പോകുന്നത്? ഇപ്പൊ തന്നെ വെറുതെ ആണെങ്കിലും നിന്നെ മുരളിക്ക് സംശയിക്കാൻ തോന്നിയില്ലേ? ഞാൻ പറയുന്ന വല്ലതും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മാളുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാറ്റിനും നീ തന്നെ ഒരു പരിധി നിശ്ചയിക്ക്. അപ്പൊ പിന്നെ ആവശ്യമില്ലാതെ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവില്ലല്ലോ. മുരളിയങ്കിളിനെ ഞാൻ വിളിച്ച് സംസാരിക്കണം. വേണ്ട, നിന്നോട് ഞാൻ ഇതേക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ മുരളിയുടെ സംശയം അത് ഞാൻ സൗകര്യം പോലെ ക്ലിയർ ചെയ്തോളാം. തൽക്കാലം നീ ഒന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ? മുരളിയേട്ടാ, എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഒന്നുമില്ല അശ്വതി, ഞാൻ വെറുതെ. അങ്ങനെ വെറുതെ ഒന്നുമല്ല, സത്യം പറ. അപ്പുവിന്റെ മാളുവിന്റെയും കാര്യമല്ലേ ചിന്തിച്ചു കൂട്ടുന്നത് മുഴുവനും? ഇപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയവും സാവകാശവും ഇല്ലല്ലോ അശ്വതി നമുക്ക്. എനിക്ക് തോന്നി. ഇനിയൊരു കാര്യം ചോദിച്ചോട്ടെ, പിള്ളേരെ ടൗണിൽ വെച്ച് ആകസ്മികമായി കണ്ടു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? അതോ മുരളിയേട്ടൻ മനഃപൂർവ്വം അവരെ തെരഞ്ഞു പോയതാണോ? എന്താ, മുരളിയേട്ടൻ അവരെ അന്വേഷിച്ചു പോയതാണല്ലേ? അതെ അശ്വതി, BP ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. മാളുവിന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, ഒരു 20,000 രൂപയ്ക്ക് പർച്ചേസ് കഴിഞ്ഞതായിട്ട്. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. മാളുവിനെ വിളിച്ചപ്പോ അവൾ എടുത്തില്ല. ഞാനത് VPയോട് ഷെയർ ചെയ്യുകയും ചെയ്തു. BP അത് വളരെ നിസ്സാരമായിട്ട് എടുത്തത്. എന്നിട്ട് അപ്പുവിനെ വിളിച്ചപ്പോ രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം. അങ്ങനെയാ ഞാൻ വണ്ടിയെടുത്ത് അവരെ അന്വേഷിച്ചിറങ്ങിയത്. ചെന്നപ്പോ ഷോപ്പിംഗ് മാളിന്റെ അടുത്ത് വെച്ച് ഞാൻ അവരെ കണ്ടു. രണ്ടുപേരും പർച്ചേസൊക്കെ കഴിഞ്ഞും എങ്ങോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. പോകാനോ? എങ്ങോട്ട്? അതെനിക്കും അറിയില്ല. പക്ഷെ അതിന്റെ പേരിൽ അവർ തമ്മിലൊരു തർക്കം നടന്നിരുന്നു. ആ സമയത്താ ഞാൻ അവിടെ ചെന്നത്. എന്നെ കണ്ടതും രണ്ടുപേരും വല്ലാതെ അപ്സെറ്റായി. അല്ല, അവരെങ്ങോട്ടോ പോവാനുള്ള പ്ലാനാണെന്ന് മുരളിയേട്ടൻ എങ്ങനെ മനസ്സിലായി? അശ്വതി, അങ്ങനൊരു പ്ലാൻ ഇല്ലെങ്കിൽ ഇത്രയും രൂപയ്ക്ക് അവർ പർച്ചേസ് ചെയ്യില്ലല്ലോ. പണ്ട് നിനക്ക് ഓർമ്മയില്ലേ, അപ്പു മാളുവിനെയും കൂട്ടി കോളേജിൽ നിന്ന് ഇതുപോലെ നാട് വിടാൻ ഇറങ്ങി തിരിച്ചത്? അന്നും അവർ ഇതുപോലൊരു ഷോപ്പിംഗ് നടത്തിയിരുന്നു. ഇത്തവണയും അവരങ്ങനൊരു പ്ലാനിങ്ങിലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് വേറും തോന്നലായിരുന്നില്ല അശ്വതി. എന്താ, അതിനെക്കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹേ, ഇല്ലില്ല. അതിനെക്കുറിച്ച് അപ്പു മാളു ഒന്നും സൂചിപ്പിച്ചില്ല. പക്ഷെ അവരുടെ ആ സമയത്തെ ബോഡി ലാംഗ്വേജിൽ നിന്നും എനിക്കത് മനസ്സിലായി. രണ്ടുപേരും എന്തോ ഒരു കള്ള ഒളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും ഇനി മാളുവിനെ അപ്പുവിൻ്റെ കൂടെ അധികം പുറത്തേക്കൊന്നും അയക്കണ്ട. അല്ല, അപ്പുവിന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലെന്ന് മുരളിയേട്ടനല്ലേ പറഞ്ഞത്? അതൊക്കെ നമ്മളെ വിശ്വസിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും അപ്പു വെറുതെ പറഞ്ഞാണെങ്കിലോ? ഒരുപക്ഷെ മാളുവിന്റെ അറിവോടുകൂടി തന്നെ. വന്ന് ആര് പറയുന്നതാ സത്യം? എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ തള്ളിക്കളയണമെന്ന് എനിക്കറിയാതായിരിക്കുന്നു അശ്വതി. തലയ്ക്കകം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. അപ്പു ഇനി എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും, എന്തൊക്കെ നമ്മളെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞാലും, ഒരു പരിധിക്കപ്പുറം അപ്പുവിനിവിടെ സ്വാതന്ത്ര്യം അനുവദിക്കേണ്ട കാര്യമില്ല. മാളുവിനെ അധികം അങ്ങോട്ടും വിടണ്ട. അധികമൊന്നുമല്ല, ഒട്ടും. ഈശ്വര,
ഇതൊക്കെ കലങ്ങി തെളിഞ്ഞ് എന്നാ ഒന്ന് നേരെയാവുക? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇത് ഉടനെ ഒന്നും നേരെയാകുന്ന ലക്ഷണം കാണുന്നില്ല അശ്വതി. ഒന്നുകിൽ അവര് അല്ലെങ്കിൽ നമ്മൾ, രണ്ടിലൊരു കൂട്ടർ ഇവിടെ മതിയാക്കി പോകേണ്ടി വരും. എന്നാലേ ഇതൊക്കെ നേരെയാവുമെന്ന് തോന്നുന്നുള്ളൂ. മമ്മി, എന്തു വേണം? ഞാൻ മമ്മിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അതിന്റെ ആവശ്യം എന്താണെന്നാ ചോദിച്ചത്. ഒന്നുമില്ല. മമ്മിയുടെ അസുഖമൊക്കെ മാറിയോ? അതറിയാൻ ആരും ഇങ്ങനെ വഴിയിൽ കാത്തു നിൽക്കണമെന്നില്ല. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് പറയാം, ശരീരത്തിന്റെ അസുഖമൊക്കെ ഒരുവിധം കുറഞ്ഞു. പക്ഷെ മനസ്സിന്റെ ദണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മമ്മി ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പറയാനുള്ളത് എന്റെ മോനും അലീനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി അതല്ല, ഒരിക്കലും ചെയ്തു പോയ തെറ്റ് ആവർത്തിക്കില്ലെന്ന് ആണയിട്ട് പറയാനാണെങ്കിൽ അത് പറയേണ്ടത് എന്നോടല്ല, നിന്റെ ഭാര്യയായിരുന്ന ഇപ്പോ നിന്നിൽ നിന്ന് വിവാഹമോചനം ആഗ്രഹിക്കുന്ന പെണ്ണിനോടാ. അവളോടത് ഏറ്റു പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല. എങ്കിലും അവള് നിനക്ക് മാപ്പ് തന്ന അടുത്ത മുഴം എന്റേതാ. അത് കഴിഞ്ഞു മതി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച. മമ്മി പറഞ്ഞതുപോലെ മാളു എന്നിൽ നിന്ന് ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അയച്ച വക്കീൽ നോട്ടീസ് മമ്മി കൈപ്പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു. മോനു വേണ്ടി ഈ മമ്മി അത്രയെങ്കിലും ചെയ്യണ്ടേ? ഡിവോഴ്സിന് മുമ്പ് എനിക്ക് മാളുവിനോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാളു അതിന് വില്ലിങ്ങല്ല. ഇനി ഞാൻ അതിന് ശ്രമിക്കുന്നില്ല മമ്മി. പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് മമ്മി മാളുവിനെ അറിയിച്ചോ? ഒരപേക്ഷയേ ഉള്ളൂ. എനിക്ക് വേണ്ടി മമ്മി മാളുവിന്റെ കാല് പിടിക്കാൻ പോകരുത്. എന്റെ മോനെ ഉപേക്ഷിക്കല്ലേന്നും പറഞ്ഞ് ഒരിക്കലും ഞാൻ അവളുടെ കാല് പിടിക്കില്ല. പകരം അവൻ ചെയ്ത തെറ്റ് മനസ്സിൽ വെച്ച് അവന് ജന്മം കൊടുത്തവരെ ശപിക്കരുതെന്ന് മാത്രമേ അവളോട് ഞാൻ അപേക്ഷിക്കുകയുള്ളൂ. മമ്മിയും മോനും എങ്ങനെയാണെന്നൊക്കെ ഇപ്പോ നമ്മൾ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. അതിന്റെ പേരിൽ കുടിച്ചു കൂത്താടി നടന്ന് നാട്ടുകാരെ കൂടി അറിയിക്കരുത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാനിത് പറയുന്നത്. മകൻ അങ്ങനെയും കൂടി നാണം കെടുത്തിയാൽ ജന്മം തന്ന ഒരാളുടെ ആത്മാവിന് അത് സഹിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ, നീ എത്തിയോ? എന്നതാ ഡേസമ്മ, വല്ലായിക വല്ലതും തോന്നുന്നുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തനിച്ചു പോകണ്ടെന്ന്. കൊടയെടുക്കാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. ഈ പൊരിഞ്ഞ വെയിലത്ത് നടന്ന മനുഷ്യൻ വാടി വീഴത്തേ ഉള്ളൂ. അമ്മച്ചി ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തോ, വല്ലാതെ ദാഹിക്കുന്നു. എന്നാ പിന്നെ നിനക്ക് വല്ല ഓട്ടോയും പിടിച്ചെങ്കിൽ പോന്നൂടായിരുന്നോ? എന്തിനാ നടന്നത്? നടന്നതിന്റെ ക്ഷീണമൊന്നുമല്ല. പിന്നെ എന്നതാ നിനക്ക് പറ്റിയത്? ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ജോബിൻ പുറത്തുണ്ടായിരുന്നു. ജോക്കുട്ടിനെ നീ കണ്ടോ? എന്നെ കാത്തു നിൽക്കായിരുന്നു അവൻ. എന്നതാ അവൻ വല്ലതും പറഞ്ഞോ? എന്തൊക്കെയോ പറയാൻ അവൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അതിനൊന്നും ചെവി കൊടുത്തില്ല. ഓ, എന്നാ ബുദ്ധിമോശമാണ് ഡേസമ്മേ നീ കാണിച്ചത്. ഒന്നുമില്ലല്ലോ, അവൻ എന്നതാ പറയാനുള്ളതെന്നെങ്കിലും നിനക്കൊന്ന് കേൾക്കായിരുന്നില്ലേ? മാളുവുമായുള്ള ബന്ധം വേർപെടുത്താൻ അവന് സമ്മതമാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ ഇനി മാളുവിന്റെ കാല് പിടിക്കരുതെന്നും. കണ്ടോ, അവൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? അവളുടെ കാല് പിടിക്കരുതെന്ന്. എന്നുവെച്ചാ എന്നതാ അവൻ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ? നീ നിന്റെ മരുമോളുടെ മുമ്പിൽ തോക്കരുതെന്ന്.
എന്റെ ഡേസമോ, നീ തോക്കാതിരിക്കാൻ വേണ്ടിയാ അവനത് ഒപ്പിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞത്. അവന്റെ മനസ്സ് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ട കൊച്ചേ. ഇപ്പോഴും നീ അവനെ ഇരുട്ടത്ത് നിർത്തിയേക്കുക. എന്നാ കാര്യം സാധിക്കാനാ? നിന്റെ മരുമോള് തിരിച്ചു വരുന്നു പ്രതീക്ഷിച്ചിട്ടാണോ? എന്നാലേ ആ പ്രതീക്ഷ വേണ്ട. അവൾ തഞ്ചത്തിൽ അങ്ങ് രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാ മതി. നീ ഇനി കൂടുതലൊന്നും ആലോചിക്കാതെ ജോക്കുട്ടെങ്കിൽ തിരിച്ചു വിളിക്ക്. അല്ലെങ്കിൽ എന്നതാ നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്യ്. പറഞ്ഞു ഞാൻ മടുത്തു. ചിലപ്പോ ജോക്കുട്ടനായിരിക്കും. നീ മുഖം കറുപ്പിച്ചൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ആ, നിങ്ങളായിരുന്നോ? എന്നതാ സാറേ പതിവില്ലാതെ ഈ വഴിക്ക്? ഞാൻ ഡേസി ഒന്ന് കാണാൻ വന്നതാ. ഡേസി ഉണ്ടല്ലോ അല്ലേ? ആ, ആളകത്തുണ്ട്. പള്ളിയിൽ പോയിട്ട് വന്നതിന്റെ ക്ഷീണത്തിലിരിക്കുക. ഓ, ആ വിജയായിരുന്നോ? ഇരിക്കെ. ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല, പനിയൊക്കെ മാറി. എന്നാലും കുറച്ചു നാളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ഡേസിക്ക്. എന്താ വിജയ്, എന്താ വന്നത്? ഞാൻ ഡേസിയോട് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. ബുദ്ധിമുട്ടാവില്ലല്ലോ? അമ്മച്ചി, വിജയ്ക്ക് ഒരു ചായ എടുക്ക. സാറിന് എങ്ങനെയാ? മധുരാകാവല്ലോ. കുറച്ച് മതി. ആ, എന്താ വിജയ്, എന്താ പറയാനുള്ളത്? ഞാൻ വന്നത് എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് ഡേസിക്ക് ഊഹിക്കാലോ. നമുക്ക് എത്രയും പെട്ടെന്ന് മാളുവിന്റെയും ജോബിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം. മാളുവായിട്ട് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആക്കിയിട്ടുണ്ടല്ലോ വിജയ്. അതിനപ്പുറം ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? അതവിടെ നിൽക്കട്ടെ. മാളു ഫയൽ ചെയ്ത ഡിവോഴ്സ് പെറ്റീഷനെ മുൻനിർത്തിയല്ല നമ്മൾ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കാണുന്നുണ്ട്. ഇപ്പൊ അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതിന്റെ പ്രധാന കാരണക്കാരി ഡേസി തന്നെയാ. ഞാനോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് വിജയ്? ജോബിന്റെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനം അതെങ്ങനെ അവരുടെ ലൈഫിൽ ബാധിക്കും? ഞാനുമായി പിണങ്ങിയതൊന്നും ജോബിന് മാളവും കൂട്ടേണ്ട കാര്യമില്ല. അവർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവാം. അതിന് എന്നെ ഒരു കാരണമാക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല ഡേസി കാണേണ്ടത്. നമ്മൾ ഈ പ്രശ്നങ്ങൾ തുടക്കം മുതലൊന്ന് എടുത്തു നോക്കിയേ. മാളുവിന്റെയും ജോബിന്റെയും ജീവിതത്തിലാണ് ആദ്യം പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. അതെ, പക്ഷെ അപ്പോഴും അപ്പുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ജോബിനൊരു ഇഷ്യൂ ആയിരുന്നില്ല. പിന്നീട് അതൊരു ഇഷ്യൂ ആക്കി വളർത്തിയെടുത്തതിന്റെ പിന്നിൽ ജോബിന്റെ ബുദ്ധി മാത്രം ആയിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ കുട്ടി ജോബിനെ മനഃപൂർവ്വം വഴിതെറ്റിക്കാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കഥകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആരും ഒരു കോംപ്രമൈസിന് ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടം. വിജയ്, ഞാനൊരു കാര്യം തുറന്നു പറയാം. മാളുവും ജോബിനും, അല്ലെങ്കിൽ ജോബിനും അലീനയും, അതുമല്ലെങ്കിൽ മാളുവും അപ്പുവും, ഇവര് തമ്മിലുള്ള ഇഷ്യൂ അല്ല ഞാനും ജോബിനുമായുള്ള ഇഷ്യൂ.